ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണുമല്ലേ? ഞാനിപ്പോൾ കുറച്ച് മണി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുമായിട്ടാണ് വന്നത് കേട്ടോ. ഈ പോട്ട് എങ്ങനെയുണ്ട്? ഞാനത് ശിവേരി ഉത്സവത്തിന് കുറച്ച് വില കുറച്ച് കിട്ടിയപ്പോഴത്തേക്ക് 5-6 കുഞ്ഞ് പോട്ട് വാങ്ങിയായിരുന്നു. 10 രൂപയാണ് കേട്ടോ ഒരു പോട്ടിൻ്റെ വില. മറ്റേ നീളമുള്ള പോട്ട് അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 105 രൂപയാണ് അതിൻ്റെ വില. പക്ഷേ അത് കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ സൈസ് പ്രതീക്ഷിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. അത് കിട്ടിയപ്പോൾ പ്രതീക്ഷിച്ച അത്രയും വലിപ്പമില്ല. കുറേ നാളായി ഞാൻ ഈ പോട്ടൊക്കെ വാങ്ങി വെച്ചിട്ട് മണി പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം മണി പ്ലാന്റ്സ് ആണ്. എനിക്ക് വേറെ കൂടുതലൊന്നും കളക്ഷൻ ഇല്ല. അപ്പോൾ അല്ലാതെ ശിവേരി ഉത്സവത്തിന് തന്നെ കുറച്ച് ലാഭത്തിന് ഇൻഡോർ പ്ലാന്റ് വയ്ക്കുന്ന പോട്ട് കിട്ടിയായിരുന്നു. കുറച്ചൊക്കെ ഞാനത് മണി പ്ലാന്റ്സ് തന്നെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 2-3 എണ്ണമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് മണ്ണിലോട്ടൊക്കെ വെക്കുമ്പോഴല്ലേ കുറച്ചും കൂടെ ഒന്ന് ബുഷിയായിട്ട് വളരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് വേരൊക്കെ വരുമ്പോഴത്തേക്ക് റീപോട്ട് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനതിപ്പോൾ കട്ടിങ്സ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. എൻ്റെ കിച്ചണിലുണ്ടായിരുന്ന മണി പ്ലാന്റ്സ് ഞാനത് ഇടയ്ക്ക് ഫ്ലവർ സ്റ്റാൻഡ് വാങ്ങിയപ്പോഴത്തേക്ക് ലിവിങ് റൂമിലിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ കിച്ചണിൽ എൻ്റെ മണി പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ കിച്ചൺ വെറുതെ കാലിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊന്ന് വയ്ക്കുമ്പോൾ എനിക്ക് റീപോട്ട് ചെയ്യാറുള്ളതും ആവും, എൻ്റെ കിച്ചണൊന്നും കുറച്ചുകൂടെ ഭംഗിയാവുകയും ചെയ്യുമല്ലോ എന്നോർത്ത്. എനിക്ക് കൂടുതലും മണി പ്ലാന്റ്സിനോട് ഇഷ്ടം കാണാൻ ഭംഗി, ഇലച്ചെടികളുടെ കൂടുതൽ ഇഷ്ടമാണ് പൊതുവേ. ഏറ്റവും ഇഷ്ടം എനിക്ക് മണി പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രം മതി. കൂടുതൽ അതിൽ കെയർ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അത്യാവശ്യം വളരുന്നുമുണ്ട്. ഈ കട്ടിങ്സൊക്കെ തന്നെ വലുതായിട്ട് വേര് വന്ന് അതിനെയൊക്കെ എടുത്തിട്ടാണ് ഞാനത് പോട്ടിലോട്ടൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേര് പിടിപ്പിച്ച് അതിനെ പോട്ടിലോട്ട് റീപോട്ട് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം മടുപ്പ് വരുന്നില്ല. ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാതെ വരുന്നൊരു കാര്യമല്ല. ഇതാകുമ്പോൾ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ഇന്നലെ എൻ്റെ റോസാ ചെടികളുടെ അവസ്ഥ കാണിച്ചില്ലായിരുന്നു. അതൊക്കെ എത്ര കെയർ ചെയ്തിട്ടും അറിയില്ല മണ്ണിൻ്റെ വളക്കൂറ് കുറവാണോ, അതേ എനിക്ക് അതിൻ്റെ ചൂട് കൂടുതലാണോ, ഇതൊന്നും എനിക്കറിയില്ല. ചൂട് കുറയാൻ വെയിൽ കിട്ടാതിരിക്കാൻ വഴിയൊന്നുമില്ല. നല്ല വെയിൽ കിട്ടുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ദിവസവും പല വളങ്ങളൊക്കെ ഒഴിച്ച് നോക്കുന്നുണ്ട്. ഞാൻ കൂടുതലും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ കാണുന്ന പലരുടെയും വീഡിയോസൊക്കെ നോക്കിയിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തായാലും എൻ്റെ പ്ലാന്റൊക്കെ ഞാനത് കട്ടിങ്സൊക്കെ ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലുക്ക്. ഇതിനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു കിച്ചണിലോട്ട് സെറ്റ് ചെയ്യാമെന്ന്. ഈ 5 പോട്ട് ഞാൻ കിച്ചണിൻ്റെ ജനലിലോട്ടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ഞാനിവിടെ വെച്ചിട്ട് അത് ഭംഗിയുണ്ടോ? അപ്പോൾ എൻ്റെ ജനൽ കുറച്ച് ദിവസം കാലിയായിരുന്നു. ഇന്നെന്തായാലും ഈ കട്ടിങ്സൊക്കെ വെച്ചൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട്. ഈ പോട്ട് ഞാനിവിടെ ഡൈനിങ് ടേബിളിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ. കുറച്ച് ഭംഗി തോന്നുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.